ഇപ്പൊ നമ്മുടെ സൻഹയും ജുവോണും തമ്മിലുള്ള റൊമാൻറ്റിക് കിസിന് ശേഷം നമ്മുടെ ജുവോൺ അവനോട് പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാവത്തില്ല, അച്ഛനും ഹേജനും അങ്കിളും ഒക്കെ നമ്മളെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. ഇത് കേട്ട് സൻഹയും, അപ്പൊ നിനക്ക് അതാണോ പ്രശ്നം, നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് ഇപ്പൊ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കുകയാണ്. അവളും അല്ലാന്ന് പറയാണ്, കാരണം ഈയിടെയായിട്ട് അവക്കും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് നമ്മുടെ ജുവോണിന് അവൻ പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഹേജനും അവനെ കണ്ടിട്ട്, നീ എന്തോ മഴ നനഞ്ഞിരിക്കുന്നത്, നിന്റെ ഫേസൊക്കെ എന്താ ചുമന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സൻഹയും ആദ്യമേ എന്തോ പറയാനായിട്ട് വരുന്നുണ്ടെങ്കിലും പിന്നെയും വേണ്ടാന്ന് വെച്ച് അകത്തേക്ക് പോന്നു. ഇതേസമയം ജുവോനാണെങ്കിൽ ആ കിസിനെ പറ്റിയിട്ട് തന്നെയാണ് ചിന്ത. അങ്ങനെ അവള് ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൻഹയും ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ഇടുന്നതും അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നതും. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ജുവോനും ബേക്കറിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ സൻഹയും മെസ്സേജ് അയച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന്. ഇത് കണ്ട് അവളും ഓടിപ്പോയി കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് അവൾ ഹെയർ ഒക്കെ ശരിയാക്കി ഒന്ന് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ ബേസിക്കലി ഡേറ്റ് ചെയ്യുകയാണ്. ജുവോനും അവന്റെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചായിട്ടാണ് കഴിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ സൻഹയും പറയുന്നത്, നീ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നീ എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, പഴയതുപോലെ തന്നെ ഇരുന്നാൽ മതി എന്നും പറയാണ്. ഇതും കണ്ട് അവൾ എപ്പോഴത്തെയും പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജുവോന്റെ വായുടെ അടുത്തും കുറച്ച് ഫുഡ് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ സൻഹയും അവിടെ അവന്റെ ബോയ് ഫ്രണ്ട് ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. ഇത് കണ്ട് നമ്മുടെ ജുവോണും അവനെ വഴക്കും അറിയാണ്, നിനക്ക് എന്തൊരു വട്ടുണ്ടോ, ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ തീർന്നു കഥയല്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ജുൻഹോയും ഹീജുവും പിന്നെ വേറൊരു കൊളയും കൂടെ അകത്തേക്ക് നോക്കൊണ്ടിരിക്കുന്നത്. ഓഹോ, ഇവരെല്ലാം കണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ജുവോണും ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ജുൻഹോയും അകത്ത് വന്ന് ഇവരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ജുവോണും വിചാരിക്കുന്നത് ഇപ്പൊ എല്ലാം തീർന്നെന്ന്. സൻഹയുടെ തോമൻ പറയുന്നത്, അത് കൊള്ളാം, പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണോ വന്നത്, ഇങ്ങോട്ടാ വരുന്നതെന്ന് അറിയാമെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരത്തില്ലായിരുന്നോ. അപ്പോഴാണ് ഇവരുടെ കൊളീഗും ചോദിക്കുന്നത്, അപ്പൊ ഇതല്ലേ ഡോക്ടർ സൻഹയുടെ ഗേൾ ഫ്രണ്ട്. ഇതിങ്ങോട്ട് അവരും പറഞ്ഞെടുക്കുന്നത്, എന്ത് ഗേൾ ഫ്രണ്ടോ, ഇവർ രണ്ടൊരു ഫാമിലിയാ എന്നിങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ ഹീജും ഇപ്പൊ ഹേജനെ തിരക്കുന്നത്. ആദ്യമേ ഇവള് ഹേജനെ ഡേറ്റ് ചെയ്തു, സൻഹയെ കണ്ടപ്പോ അവനെ ഇട്ടിട്ട് സൻഹയുടെ പുറകെ പോയി. സൻഹയുടെ കയ്യിൽ നിന്ന് റിജക്ഷൻ മേടിച്ച് വീണ്ടും ഹേജനെ വന്ന് ഡേറ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് ഹേജൻ അങ്ങ് അമേരിക്കയിലേക്ക് പോകുന്നതും. പക്ഷെ സൻഹ അവളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും സൻഹയുടെ പുറകെ പോകുന്നതും. എന്നാൽ ഹേജനും തിരിച്ചു വന്നത് മനസ്സിലാക്കി വീണ്ടും ഹേജന്റെ പുറകെ വരുന്നത്. ഇത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കാം, പക്ഷെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹീജു വീണ്ടും ഹേജനാണ് നോട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇവരുടെ കൂടെ വന്നിരിക്കുന്ന ആ കൊളീഗിനാണെങ്കിൽ നമ്മുടെ ജുവോന്റെയും സൻഹയും നല്ല ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജുവോന്റെ അച്ഛനും റെസ്റ്റോറന്റിൽ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് സൻഹയുടെ അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി ഇങ്ങനെ നിൽക്കുന്ന എന്താണെന്ന്. അപ്പോഴാണ് അയാളും ഹേജിന്റെ അമ്മയെ കണ്ട കാര്യം പറയുന്നത്. നമ്മൾ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. എന്തോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒരാളെ കൊന്നെന്നോ, ഇതൊക്കെ പാസ്റ്റാ, എനിക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറയുമ്പോൾ, എങ്കിൽ ശരി, നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്നോട് പറയണ്ട. പക്ഷേ ഹേജുൻ, അവൻ ഇതെല്ലാം അറിയാനുള്ള അവകാശമുണ്ട്, അവൻ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് കിട്ടി ഹേജിന്റെ അമ്മയും, നിങ്ങൾ എന്നെ ഇവിടെ കണ്ട കാര്യം അവനോട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ എന്റെ ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയാണ്. അതുകൊണ്ട് പ്ലീസ് ഞാൻ എന്റെ മകനെ ദൂരം എന്തെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്നിങ്ങനെ അമ്മയും ഉള്ളിൽ ഒത്തിരി വിഷമം ഒതുക്കി പിടിച്ചുകൊണ്ട് പറയാണ്. കഴിഞ്ഞ വട്ടവും ഇവരെ തമ്മിൽ കാണിക്കാനായിട്ട് അയാളെ കൊണ്ട് സാധിച്ചില്ല, ഈ വട്ടമെങ്കിലും അത് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ജുവോന്റെ അച്ഛനും ഹേജുന്റെ അമ്മയെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ ഹേജുന് ഇനി അവരെ കാണാനായിട്ട് താല്പര്യമില്ലെങ്കിലോ എന്നാണ് സൻഹയുടെ അച്ഛൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ദാലും അവരുടെ അമ്മ ഫോഴ്സ് ചെയ്ത പ്രകാരം ഒരു ഡേറ്റിന് വന്നിരിക്കുകയാണ്. അയാൾ സംസാരിക്കുന്നത് ഫുള്ളും ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെയാണ്. ആ സമയം ഇവര് തീരുമാനിച്ച പോലെ തന്നെ നമ്മുടെ ഹേജനും അവിടെ ഹീറോ ആയിട്ട് എത്തുന്നത്. ഇത്രയും ദിവസം വെറും കോലം കെട്ട രീതിയിൽ നടന്ന ഹേജൻ ഈ ഡേറ്റിന് വരാനും വേണ്ടിയിട്ട് ഭയങ്കര ലുക്കായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അവര് നടന്നാണ് നമ്മുടെ ദാലിനെ നോക്കിയിട്ട്, ചക്കരെ നീ ഇപ്പൊ ഒരു ഡേറ്റിന് വന്നിരിക്കുവാണോ. ഇതും കേട്ടിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഹണി, ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെ നിനക്ക് കാണണോ എന്നിങ്ങനെ ഹേജന് ചോദിക്കും. ഇതും കേട്ട് അവളുടെ കൂടെ ഡേറ്റിന് വന്നിരിക്കുന്ന ആളും ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ എന്നിങ്ങനെ. നമ്മുടെ ഹേജനും അവളെടുത്ത് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് അറിയാവുന്ന ഒരു വ്യക്തി മാത്രമാണോ എന്ന്. അങ്ങനെ കുറച്ചു നേരത്തേക്ക് നമ്മുടെ ദാലു ഒന്നും മിണ്ടാതിരുന്നിട്ട് നമ്മുടെ ഹേജനെ നോക്കി പറയാണ്, അല്ല, ഇതെനിക്ക് വെറുതെ അറിയാവുന്ന വ്യക്തിയൊന്നും അല്ല, എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണെന്ന്. അങ്ങനെ ഈ ഡയലോഗും കേട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാരും ഇങ്ങനെ ഹാപ്പി ആവും. അപ്പോഴാണ് അയാളും ഭയങ്കര ദേഷ്യത്തിൽ അവിടെ എണീറ്റ് പോകുന്നത്. നമ്മുടെ ദാലാണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹേജനും പറയുന്നത്, എന്റെ ആക്ടിങ് കൊള്ളായിരുന്നു, പക്ഷെ നിന്റെ ആക്ടിങ് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു, ഞാൻ വിചാരിച്ചു നീ യഥാർത്ഥത്തിൽ നിന്റെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞാണെന്ന്. ഇതും കേട്ട് ദാലും അങ്ങനൊന്നും അല്ല എന്ന് പറയുമ്പോഴാണ് അന്ന് നമ്മുടെ ഹേജൻ സംസാരിച്ച ആ റിയൽ എസ്റ്റേറ്റുകാരൻ അവിടെ എത്തുന്നത്. നിങ്ങൾ മുന്നേ ഒരു ബിൽഡിംഗ് നോക്കിയില്ലായിരുന്നോ, ആ ബിൽഡിംഗ് ഒരാൾ വന്ന് വാങ്ങിയെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ദാലിന്
ദാലിനും ഇക്കാര്യം മനസ്സിലാവാണ്. അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഈ ബിൽഡിംഗ് വാങ്ങിക്കുന്നത് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ സൻഹ എന്നോട് പറയുന്നത് അച്ഛനോട് കൂടി ചോദിച്ചിട്ട് ഇത് ചെയ്യാനാണ്. അപ്പോഴാണ് നമ്മുടെ ദാലും ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്നത്. ആപ്പിൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് ഹേജനും പറയും. ഞാൻ ഏതെങ്കിലുമൊക്കെ കേസിൽ ജയിച്ചു കഴിയുമ്പോൾ എന്റെ ക്ലയൻസ് എനിക്ക് ഒരു ബോക്സ് ആപ്പിൾ ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. പക്ഷേ എനിക്ക് സ്ട്രോബെറി ആണ് ഇഷ്ടം. ഗിഫ്റ്റ് മേടിക്കുന്ന ആളോട് കൂടിയിട്ട് അത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. ഇത് കേട്ട് ഹേജനും ഭയങ്കര ഇംപ്രസ് ആയിട്ട് ഓ നീ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അച്ഛനോട് ചോദിക്കാനെന്ന് പറഞ്ഞ് ഓടുകയാണ്. പോകുന്നതിന് മുന്നേ അവന് പറയുന്നുണ്ട് ഞാൻ നിനക്ക് നെക്സ്റ്റ് ടൈം ഡിന്നർ വാങ്ങി തരാമെന്ന്. ഹേജൻ നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ഹേജനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അയൽപ്പക്ക വേണ്ടിയോട് ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ അവരും ഒരു നമ്പർ കൊടുത്തിട്ട് ഇതിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹേജൻ അവന്റെ ബാങ്ക് ബാലൻസ് അച്ഛനെ കാണിച്ചിട്ട് ഇത് അച്ഛനുള്ളതാണെന്ന് പറയുമ്പോൾ അച്ഛനെ നോക്കുമ്പോൾ ഒത്തിരി തന്നെ പൈസ ഉണ്ട്. ഒന്ന് ഞെട്ടിയിട്ട് ഇത് നിന്റെ യഥാർത്ഥ അച്ഛന്റെ പൈസയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഹോട്ടലില് പാത്രം കഴുകിയും സെർവ് ചെയ്തും ഉണ്ടാക്കിയ പൈസയാണെന്ന് പറയാണ്. ഇത് കേട്ട അച്ഛന് എന്തോ ഹോട്ടലിലെ പാത്രം കഴുകിയെന്നോ, നീ എന്ത് പറയുന്നേ? ഓ ആ പണിയൊക്കെ ഞാൻ ഇവിടെയും ചെയ്തതല്ലേ. പിന്നെ ഞാൻ ഭയങ്കര നല്ല രീതിയിൽ ജോലി എടുക്കുന്നോണ്ട് തന്നെ കുറെ അധികം ടിപ്പും കിട്ടി. ചിലരൊക്കെ എന്റെ ലുക്ക് കണ്ടിട്ട് മോഡലിംഗ് ചെയ്യാനും വിളിച്ചു. അങ്ങനെയും കുറെ പൈസ കിട്ടി. അച്ഛൻ എനിക്ക് ചെയ്തതിനെല്ലാം തിരിച്ചു തരാനും വേണ്ടിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുന്ന കേട്ട ഉടനെ തന്നെ നമ്മുടെ അച്ഛനാണെങ്കിൽ ദേഷ്യം വരികയാണ്. നിന്നോട് ആരോടെ പറഞ്ഞ എനിക്ക് തിരിച്ചടക്കണമെന്ന്? ഏതെങ്കിലും പേരൻസ് അവരുടെ മക്കളെ തിരിച്ചടക്കാനും വേണ്ടിയിട്ട് വളർത്തി വലുതാക്കുവോ? ഞാൻ നിന്റെ യഥാർത്ഥ അച്ഛനല്ലാത്തതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ദേഷ്യത്തിൽ അച്ഛൻ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അതൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ നമ്മുടെ ഹേജനും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതും എടുത്തോണ്ട് ഇവിടുന്ന് പോവാനായിട്ട് അച്ഛനും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹേജനും ഇക്കാര്യങ്ങളൊക്കെ ദാലിനോട് വന്ന് പറയുമ്പോൾ അവളും നിന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. ഇങ്ങനെ ആയപ്പോ തന്നെ അച്ഛൻ എന്നോട് നല്ല ദേഷ്യമുണ്ട്. കോൺട്രാക്ട് പേപ്പറിലെല്ലാം കാണാൻ ഞാൻ സൈൻ ചെയ്തിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ എന്നെ ഒരിക്കലും ജീവിതത്തിൽ കാണാൻ പോലും കൂട്ടാക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയാണ്. അങ്ങനൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിന്നോട് ദേഷ്യത്തിലല്ല മറിച്ച് സങ്കടത്തിലാണെന്നാണ്. കാരണം നീ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എന്നാ നീ കഷ്ടപ്പെട്ടു എന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അർത്ഥം നിന്റെ അച്ഛന് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എനിക്കറിയാം അച്ഛൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മകനല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ തിരിച്ചടച്ചോണ്ടിരിക്കണം, അദ്ദേഹത്തിനെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ ദാലും പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും നിന്റെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ, അതുകൊണ്ട് ഒരു സോറി പറയുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോ എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി സോറി പറയട്ടെ എന്നിങ്ങനെ അവനും ചോദിക്കുകയാണ്. ഇപ്പൊ അങ്കിളിന് ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ച് സമാധാനം കൊടുക്കണം, അതുകൊണ്ട് നാളെ പോയാൽ മതി എന്നിങ്ങനെ ദാലും പറയും. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നിങ്ങനെ നമ്മുടെ ദാലിനെ നോക്കിയിട്ട് അവനും ചോദിക്കുകയാണ്. ഇപ്പൊ ഹേജിനെയും ഇങ്ങനെ പറഞ്ഞു വിട്ടെന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ സൻഹയുടെ അച്ഛനും നീ എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞൊക്കെ വിടാൻ പോയത്? ഇത് കേട്ട അയൽപ്പക്കം വേണ്ടിയും പറയുന്നുണ്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് മകൻ ഇത്രയും പൈസയൊക്കെ കൊണ്ടുവരുമ്പോ അവര് തുള്ളിച്ചാടുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ നീ എന്തോ ചെയ്തേക്കുന്ന അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അവനെ പറഞ്ഞു വിട്ടതിൽ അച്ഛനും കുറച്ച് വിഷമം തോന്നുകയാണ്. അപ്പോഴാണ് സൻഹയുടെ അച്ഛന്റെ കൊളീഗും അവൻ ഏത് മോഡലിംഗ് ചെയ്തിട്ടാണ് ഇത്രയും പൈസ കിട്ടിയത് നമുക്കതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ബേക്കറിയിലെ ജുൻഹു പറഞ്ഞിട്ട് മനസ്സിലാക്കുകയാണ് സൻഹയ്ക്ക് പനിയായെന്ന്. ഇതറിഞ്ഞ ജുവോണ് ഭയങ്കര ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ ഡോറ് തുറക്കുന്നില്ല. അങ്ങനെ ഹേജിനെ വിളിച്ച് കാര്യം പറഞ്ഞ് പാസ്വേഡ് ചോദിച്ച് അകത്ത് കയറുകയാണ് അവളും. ഓടിച്ചെന്ന് അവള് സൻഹയെ നോക്കുമ്പോ നീ എത്രയ്ക്ക് വിഷമിച്ചോ എന്നിങ്ങനെ പറഞ്ഞ് അവളെ നോക്കുകയാണ് നമ്മുടെ സൻഹയും. കാരണം ഇവളുടെ ഏപ്രൻ പോലും ഊരി വെക്കാനായിട്ട് മറന്നാണ് ഓടി വന്നിട്ടുള്ളത്. നമ്മുടെ സൻഹയും കണ്ടിട്ട് നീ നിന്റെ ഡ്രസ്സ് ആദ്യമേ ചേഞ്ച് ചെയ്യുക എന്നിങ്ങനെ പറയാണ് അവളും. എന്നിട്ട് അവളും ഇങ്ങനെ കബോർഡ് തുറക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് വേണ്ടിയിട്ട് വന്ന് അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ജുവോണ് പോവാതെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓ പിന്നെ എന്ന് പറഞ്ഞാൽ അവളും അവിടെ നിന്ന് പോകുന്നത്. അവള് പൊയ്ക്കഴിഞ്ഞ ശേഷം അവളും ഓപ്പൺ ചെയ്ത ആ ഡ്രോയിൽ ഒരു മരുന്നിരിക്കുന്നത് അവൻ ഒളിപ്പിച്ചു വെക്കുകയാണ്. അങ്ങനെ പിന്നീട് ജോൺ അവനെ കെയർ ചെയ്ത ശേഷം ഞാൻ ലിവിംഗ് റൂമിലുണ്ട്, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അടുത്ത രംഗത്തിലാണ് നമ്മുടെ സൻഹ ജോണിന്റെ അടുത്ത് പോയി ഇരിക്കുന്നത് കാണിക്കുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സൻഹയുടെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം കുറെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ഛനും ഷോക്കാവുന്നത്. കാരണം നമ്മുടെ ഹേജന്റെ മോഡലിംഗ് ഫോട്ടോസ് ആണ് ഇതെല്ലാം. രാവിലെ ജുവോണും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ നമ്മുടെ സൻഹ അവന്റെ പനിയൊക്കെ മാറി അവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അവളത് കഴിക്കുന്ന കാണുമ്പോൾ അവനും ഒത്തിരി സന്തോഷപ്പെടുന്നു. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പ് ചാറ്റിലും ഒരു മെസ്സേജ് വരുന്നത്. അതെടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനാണെങ്കിൽ എന്റെ സുന്ദരനായ മകൻ ഹേജൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഫോട്ടോയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവന്റെ ഹേജന്റെ ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇവനെന്തോ സെലിബ്രിറ്റിയോ എന്ന് പറഞ്ഞ് നമ്മുടെ ജുവോണ് ഷോക്കാവുന്നത്. സൻഹയ്ക്ക് പനിയാന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ രാത്രിയിൽ ആ വീട്ടിൽ പോവാതെ അവൻ സോക്കിന്റെ വീട്ടിലാണ് കിടന്നത്. ഹേജനും ഈ ഫോട്ടോയും കണ്ട് ഷോക്കായിട്ട് നേരെ റെസ്റ്റോറന്റിലേക്ക് ഓടിപ്പോന്ന്. റെസ്റ്റോറന്റിൽ പുറത്ത് തന്നെ കുറെ പോസ്റ്റർ ഒക്കെ വെച്ച് എന്റെ മകൻ ഒരു മോഡലാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് അവനെ സന്തോഷത്തിൽ അകത്ത് കയറി ചെല്ലുമ്പോഴാണ് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ ഹേജിന്റെ ഫോട്ടോയും കണ്ടിട്ട് അവൻ നല്ല സുന്ദരനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അയാളുടെ മകനെ പറ്റിയിട്ട് നല്ല
പ്രൗഡായിട്ട് നിന്ന് ജാട അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവന് സന്തോഷിക്കുന്നു. അപ്പോഴേ രണ്ടുപേരും വന്നിട്ട് നമ്മുടെ ഹേജിനെ കണ്ടാണ് പറയുന്നത്, അപ്പൊ നമ്മുടെ ഈ കൊച്ചു നാട്ടിലും ഒരു സെലിബ്രിറ്റി ആയല്ലോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന വേറെ കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ അച്ഛന്റെ മുഖം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, കറക്റ്റ് അച്ഛൻ തന്നെയാണ് എന്നിങ്ങനെ പറയും. ഇതൊക്കെ കേട്ടിട്ട് അവനും ഇങ്ങനെ സന്തോഷിക്കും. അപ്പോഴാണ് സൈഡിൽ ഇരിക്കുന്ന ആളെ പറയാൻ വരുന്നത്, അതിന് ഇവന്റെ സ്വന്തം അച്ഛനല്ല ഇതെന്ന്. പക്ഷെ നമ്മുടെ അയൽപ്പക്കവന്റെയും പെട്ടെന്ന് അങ്ങനെ തടസ്സപ്പെടുത്തുകയാണ്. ഇതേ സമയം സൻഹയുടെ അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. സൻഹയുടെ അമ്മ ഇവിടെ വന്നിരിക്കുന്നത് ഇവനെ തിരിച്ചു കൊണ്ടുപോകുമെന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജുവോണും കടയിലോട്ട് ഓടി വന്ന ഒരു മാർക്കറും എടുത്തോണ്ട് പോയി ഹേജുന്റെ ഫോട്ടോക്കകത്തൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. കാരണം അവന്റെ ഷർട്ടൊക്കെ ഇങ്ങനെ തുറന്നു നടക്കുന്നെന്നും പറഞ്ഞ്. ഇവരുടെ കൂടെ നമ്മുടെ ദാലുണ്ട്. പെട്ടെന്ന് അവളുടെ അമ്മയുടെ കോള് വന്ന് അവളും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ജുവോണും ഹേജിനും ഇപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാൽ ഇതുവരെയും എത്താത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹേജിനും പോയി അവളെ വിളിക്കാൻ പോകുന്നത്. ഇതേ സമയം നമ്മുടെ ദാലിന്റെ ആണെങ്കിൽ അവളുടെ അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്ക് ഇൻ കേസ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ നീ ഇല്ലെന്ന് തന്നെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ, ഇനി അത് ഞാൻ പഠിപ്പിച്ചു തരണോ എന്നിങ്ങനെ ചോദിച്ചാൽ അമ്മയും ദേഷ്യപ്പെടും. അതിന് ഞാൻ സോറി പറഞ്ഞതല്ലേ, അയാളും നല്ല രീതിയിലൊന്നുമല്ല സംസാരിച്ച എന്നിങ്ങനെ ദാലും പറയുമ്പോ നീ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അങ്ങ് ഒഴിവാക്ക്. സോളി പോയി നിനക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് കല്യാണം കഴിക്കുക, അതാവുമ്പോ എനിക്കെങ്കിലും സമാധാനം കിട്ടുമെന്ന്. അപ്പൊ നമ്മുടെ ദാലും പറയാണ്, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സമാധാനപ്പെട്ടിരിക്കാം. പക്ഷെ അമ്മയും ഇതൊന്നും കേൾക്കാതെ അവളെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവളും ഒരു സോറി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ച പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് അവളും കോള് കട്ട് ചെയ്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ബാക്കിൽ നിൽക്കുന്ന ഹേജും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അവൾ അവനെ കാണുകയും ഞാൻ മനഃപൂർവ്വം കേൾക്കണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ കാരണമല്ലേ നിന്റെ അമ്മ ഇപ്പോ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ അവനും പറയുന്നത്. പക്ഷെ അവളും കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് നമ്മുടെ സൻഹയും ജുവോണും ഒരു ഡേറ്റിന് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹേജുനാണെങ്കിൽ അച്ഛനെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടയില്. US അങ്ങനെ ഞാൻ അത്രയ്ക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള മോഡലൊന്നും അല്ല, 2-3 ഷോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ക്വിറ്റ് ചെയ്തു. അച്ഛനെ ഇത് കേട്ടിട്ട് നിനക്കത് ഫണ്ണായിട്ട് തോന്നിയെങ്കിൽ നീ അത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തേനെ എന്നും പറയുകയാണ്. നീ ഹെൽത്തിയും സേഫും ആയിട്ടിരിക്കുന്ന എല്ലാ കാര്യവും അച്ഛൻ ഇഷ്ടമാണെന്നും അച്ഛൻ പറയുകയാണ്. പെട്ടെന്ന് അവനും ഒരു മെസ്സേജ് വന്ന് അവിടെ നിന്ന് പോകുന്നത് അവന്റെ ആന്റി അയച്ച അവന്റെ അമ്മയുടെ കടയുടെ ലൊക്കേഷൻ ആണിത്. അങ്ങനെ ഹേജും ഒട്ടും വൈകിപ്പിക്കാതെ ഈ മെസ്സേജ് കണ്ട ഉടനെ അങ്ങോട്ടേക്ക് അങ്ങ് പോകുന്നു. അങ്ങനെ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം അവൻ അവന്റെ അമ്മയെ ദൂരെ നിന്ന് കാണുകയാണ്. ദൂരെ നിന്ന് അമ്മയെ നോക്കുമ്പോ അമ്മയും അന്നത്തെ പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുകയാണ്. അവനെ വിട്ടു പിരിയുമ്പോ അവരുടെ മുഖത്ത് ഉണ്ടായിരുന്ന ആ ചിരി അതേപോലെ തന്നെ അവരുടെ മുഖത്ത് ഇന്നും കാണാം. ഇപ്പൊ നമ്മുടെ ജുവോണും സൻഹയും കൂടെ അവരുടെ ഡേറ്റിന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴാണ് താഴെ ബെഞ്ചിൽ നമ്മുടെ ഹേജുനും സങ്കടപ്പെട്ടിരിക്കുന്നത്. ജുവോണും അവന്റെ ഫോട്ടോ എടുത്തിട്ട് ഓ മോഡൽ ഇരിക്കുന്നുണ്ടില്ലേ, പോസൊക്കെ ഇട്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ സൻഹയെ നോക്കുമ്പോ അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവിടെ പോയിരുന്ന് സംസാരിക്കുമ്പോഴാണ് അവൻ അവന്റെ അമ്മയെ കണ്ട കാര്യം നമ്മുടെ ജുവോണിനോടും സൻഹയോടും പറയുന്നത്. പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചില്ല, ദൂരെ നിന്ന് അവരെ നോക്കിയതേ ഉള്ളൂ, കാരണം അവര് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ജുവോണും എണീറ്റിട്ട് ബാ നമുക്ക് പോയി ചോദിക്കാം അവരോട് എന്തുകൊണ്ടാ ഇത്രയും നാളും നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്ന്. വേണ്ട, ആ റീസൺ കേൾക്കാൻ ഞാൻ റെഡിയല്ല, അത് മാത്രമല്ല അത് ചോദിക്കാനും എനിക്കൊരു പേടിയുണ്ടെന്ന്. അങ്ങനെ ഹേജിനും അവിടെ നിന്ന് പോകുമ്പോഴാണ് സൻഹയും ജുവോണും കൂടെ ഹേജിന്റെ അമ്മയുടെ കടയിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ അച്ഛനും അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അച്ഛാ നിങ്ങളെന്തോ ഇവിടെ എന്നിങ്ങനെ നമ്മുടെ ജുവോണും ചോദിക്കും. അങ്ങനെ ഇവര് 4 പേരും ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ സൻഹയും അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഹേജുൻ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വിട്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോ അതേന്നും പറയുകയാണ്. എന്തു പറ്റി, ഹേജിന് ഞാൻ ഇവിടെ ഉള്ള കാര്യം അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ജുവോണും അതേന്ന് പറയാൻ വരുന്നുണ്ടെങ്കിലും അവളെ തടയുകയാണ് സൻഹ. ഇല്ല എന്ന് സൻഹയും പറയുകയാണ്. ജുവോണും ഹേജുൻ ഇത്രയും നാളും എത്രമാത്രം വിഷമത്തിലാണ് ജീവിച്ചെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. എന്നാൽ ഇതിന്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സൻഹയുടെ അമ്മയും അനിയത്തിയും കൂടെ ഹേജുൻ മാത്രമല്ല അവരുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ്. കുടിക്കാനായിട്ട് ഇവർക്ക് വെള്ളവും കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയ്ക്ക് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്, എടാ നീ എവിടെ ജോലി ചെയ്യുകയാണോ, ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലോട്ട് വന്നോണം. ഇതേ സമയം നമ്മുടെ ഹേജിന്റെ അമ്മയാണെങ്കിൽ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ഞാൻ ജസ്റ്റ് അവന് എല്ലാവരുടെയും പോലെ ഒരു സാധാരണ ലൈഫ് ജീവിക്കണമെന്നാണ് ആഗ്രഹിച്ചത് എന്നും പറയുകയാണ്. ഒരമ്മ മകന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് മകനിൽ നിന്നും അകന്നു നിൽക്കുമ്പോ മറ്റൊരമ്മ മകന്റെ സമാധാനമുള്ള ജീവിതം നശിപ്പിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ 2 അമ്മമാരെയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.